ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. സമയം വൈകുന്നേരം 8 മണിയായിട്ടുണ്ടാകും. സ്കൂൾ അവധിക്കാലമായതിനാൽ ഞാനും എൻ്റെ ചേച്ചിയും അച്ചമ്മയ്ക്കൊപ്പം അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു. അച്ചമ്മ ചക്കയുപ്പേരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും ചേച്ചിയും അടുത്തിരുന്ന് വറുത്ത ചക്കവറ്റൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ടി വിയിൽ പാർവതി പരിണയം എന്ന സിനിമയുണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയത്. ഞങ്ങൾ താമസിച്ചിരുന്നത് അച്ഛൻ്റെ പഴയ തറവാട്ട് വീട്ടിലായിരുന്നു. ഒരുപാട് വെച്ചാരാധനയും കാവുമൊക്കെയുള്ള ഒരു പഴയ കാലത്തെ അറയും നിരയുമൊക്കെയുള്ള വലിയൊരു വീടായിരുന്നു അത്. ബാത്റൂം വീടിന് പുറത്തായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടും മഴയും കാരണം പുറത്തേക്ക് പോകാൻ എനിക്ക് പേടിയായി. ഞാൻ ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് മുറ്റത്ത് മഴ കൊള്ളാത്ത സ്ഥലത്തിരുന്ന് മൂത്രമൊഴിക്കാമെന്ന് അച്ചമ്മ പറഞ്ഞു. അച്ചമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ വശത്തായി മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോയപ്പോഴാണ് ഞാനത് കണ്ടത്. പുറത്ത് മുറ്റത്ത് ഒരു പേരമരമുണ്ടായിരുന്നു. അതിനടുത്ത് നിറയെ തുളസിയും ചെത്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ മുല്ലപ്പൂ പോലുള്ള വെളുത്ത പല്ലുകളും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെയുണ്ട്. അപ്രതീക്ഷിതമായ ഒരാളെ അവിടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഞാൻ പേടിച്ചോടി അച്ചമ്മയുടെ അടുത്തേക്ക് പോയി. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ കണ്ട കാര്യത്തെക്കുറിച്ച് അച്ചമ്മയോടോ ചേച്ചിയോടോ പറഞ്ഞില്ല. ആരോടും പറയാൻ തോന്നിയില്ല എന്നതാണ് സത്യം. അത് ആരായിരുന്നുവെന്നോ എന്തായിരുന്നുവെന്നോ എനിക്കിന്നും അറിയില്ല. അതിനു മുമ്പോ അതിനു ശേഷമോ ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ സംഭവം എൻ്റെ അമ്മയോട് പറഞ്ഞു. പഴയ തറവാടായതുകൊണ്ട് അവിടെ വെച്ചാരാധനയും മറ്റുമുള്ളതായതുകൊണ്ടും തോന്നിയതാകുമെന്നാണ് അമ്മ പറഞ്ഞത്. മാത്രമല്ല, പഴയ ആളുകൾക്ക് മുറ്റത്തൊക്കെ മൂത്രമൊഴിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു രൂപത്തെ കണ്ടതെന്നുമാണ് അമ്മയുടെ അഭിപ്രായം. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കിന്നും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരവും കിട്ടിയില്ല. ഞാൻ കണ്ടത് ശരിക്കും എന്തായിരുന്നു? അതൊരു തോന്നലായിരുന്നോ? അതോ ശരിക്കും ഒരാൾ അവിടെ ഉണ്ടായിരുന്നോ? ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ മനസ്സ് കലുഷിതമാകാറുണ്ട്. ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ആ രൂപം എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ രൂപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ പേടിയല്ല തോന്നുന്നത്, മറിച്ച് ഒരു കൗതുകവും ആശയക്കുഴപ്പവുമാണ്. അനുഭവം എസക്കിയേൽ. ചെന്നൈ തിരക്കുകളിൽ നിന്നും വലിയ കെട്ടിടങ്ങളിൽ നിന്നും മാറി അവധി ആഘോഷിക്കാൻ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുന്ന സമയം മനസ്സിലെപ്പോഴും വലിയൊരു ആവേശമായിരുന്നു. നഗരത്തിലെ ജീവിതത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു ആ ഗ്രാമവും അവിടെയുള്ള പഴയ തറവാടും. കാടും പടർപ്പും പിടിച്ചു കിടക്കുന്ന ആ വലിയ പറമ്പ് കണ്ടാൽ ചെന്നൈയിലെ വണ്ടല്ലൂർ മൃഗശാലയാണെന്ന് തോന്നും. അത്രത്തോളം മരങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും അവിടെ ഉണ്ടായിരുന്നു. ഒരാന ആ പറമ്പിൽ വന്നാൽ പോലും പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്ക് വന്യമായ അന്തരീക്ഷമായിരുന്നു ആ വീടിനു ചുറ്റും. അവിടുത്തെ കാഴ്ചകളും മൃഗങ്ങളുടെ സാന്നിധ്യവും നഗരത്തിൽ വളർന്ന എനിക്ക് വലിയ കൗതുകമായിരുന്നു. മുറ്റത്ത് വരെ ചിലപ്പോൾ കരടി വരാറുണ്ടായിരുന്നു. അതുപോലെ അടുക്കളയുടെ വാതിക്കൽ വന്ന് നിൽക്കുന്ന മയിലുകളും വീടിൻ്റെ മേൽക്കൂരയിൽ പതിവായി കാണുന്ന പാമ്പുകളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. സാധാരണ കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ പേടിയുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്നെ അതൊന്നും ഒരിക്കലും ഭയപ്പെടുത്തിയിരുന്നില്ല. പ്രകൃതിയോടും മൃഗങ്ങളോടും ഇണങ്ങി നിൽക്കുന്ന ഒരു വീട് എന്നതിനപ്പുറം അമാനുഷികമായ എന്തെങ്കിലും ശക്തികളോ പ്രേതങ്ങളോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ വെറും കെട്ടുകഥകളാണെന്നും ആളുകളെ വെറുതെ പീഡിപ്പിക്കാൻ പറയുന്നതാണെന്നും ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ ആ ധാരണയെല്ലാം തിരുത്തി കുറിക്കാനും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര ഭയം എന്നിലുണ്ടാക്കാനും ആ തറവാട്ടിലെ ഒരു രാത്രിക്ക് കഴിഞ്ഞു. ആ സംഭവം ഇന്നും എൻ്റെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നുണ്ട്. ആ വലിയ തറവാടിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. പകൽ സമയത്ത് അവിടെ ശാന്തമാണെങ്കിലും രാത്രിയായാൽ അവിടെ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാമായിരുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ആരോ ഒരു വലിയ ഇരുമ്പ് വണ്ടി കല്ലുപാകിയ വഴിയിലൂടെ വളരെ പണിപ്പെട്ട് തള്ളി നീക്കുന്നത് പോലൊരു ശബ്ദമാണ് കേൾക്കുക. ഇരുമ്പും കല്ലും തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു.
കുട്ടിക്കാലം തൊട്ടേ അവധിക്കാലത്ത് അവിടെ പോകുമ്പോഴെല്ലാം ഞാൻ ആ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു. അമ്മ അതിന് നൽകിയ മറുപടി ഒരു പഴയ ചരിത്രമായിരുന്നു. പണ്ട് ആ പ്രദേശം ഒരു കോട്ടയായിരുന്നുവെന്നും ആ കോട്ട കാത്തിരുന്ന രാജഭടന്മാരുടെ ആൽമക്കളാണ് ആ ശബ്ദത്തിന് പിന്നിലെന്നുമാണ് അമ്മ പറഞ്ഞത്. പണ്ട് നടന്ന ഏതോ ഒരു വലിയ യുദ്ധത്തിൽ അവർ ക്രൂരമായി കൊല്ലപ്പെടുകയും അവരുടെ മൃതദേഹങ്ങൾ അവിടെ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തുവത്രേ. തലമുറകൾ പലതും കഴിഞ്ഞിട്ടും ആ ഭടന്മാരുടെ അദൃശ്യ സാന്നിധ്യം ആ പറമ്പിൽ ഇപ്പോഴും ഉണ്ടെന്ന് അവിടുത്തെ നാട്ടുകാരും വിശ്വസിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടുകാർ ഒരിക്കൽ പ്രശ്നം വയ്ക്കാൻ ഒരു പണിക്കരെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞത് ആ പറമ്പിൽ അവരുടെ സാന്നിധ്യമുണ്ടെന്നും എന്നാൽ ആ വീട്ടുകാരെയോ മറ്റുള്ളവരെയോ യാതൊരു വിധത്തിലും ഉപദ്രവിക്കില്ല എന്നുമാണ്. അവരുടെ പാട്ടിന് അവർ അവിടെ നിൽക്കും. നമ്മൾ അവരെ ശല്യം ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നായിരുന്നു പണിക്കരുടെ വാക്കുകൾ. ആ വിശ്വാസത്തിലാണ് ആ കുടുംബം അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ ആ വിശ്വാസവും വാക്കും കാറ്റിൽ പറത്തിയ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയായിരുന്നു. അന്ന് നല്ല കനത്ത മഴയായിരുന്നു. പുറത്ത് നല്ല കാറ്റും ഇടിയും ഉണ്ടായിരുന്നു. ജനച്ചില്ലകളിൽ വന്നു തറയ്ക്കുന്ന മഴത്തുള്ളികളുടെ വലിയ ശബ്ദത്തിനിടയിലും വീടിന് താഴെ കെട്ടിയിരുന്ന എൻ്റെ വളർത്തുനായ നിർത്താതെ കുരയ്ക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. സാധാരണ ആരെങ്കിലും അപരിചിതർ വരുമ്പോഴോ മറ്റു മൃഗങ്ങളെ കാണുമ്പോഴോ കുരയ്ക്കുന്ന പോലുള്ളൊരു ശബ്ദമായിരുന്നില്ല അത്. വല്ലാത്തൊരു ഭയം കാരണം ദയനീയമായി ഓരിയിടുന്നത് പോലെയാണ് ആ നായ കരഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. അന്ന് ഞാൻ കിടന്നിരുന്നത് മുകളത്തെ നിലയിൽ എൻ്റെ ചേച്ചിയുടെ മുറിയിലായിരുന്നു. പുറത്തെ മഴയും നായയുടെ കരച്ചിലും കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്തോ ഒരു വലിയ അപകടം നടക്കാൻ പോകുന്നത് പോലെ ഒരു അസ്വാഭാവികത ആ മുറിയിലാകെ പടരുന്നതായി എനിക്ക് തോന്നി. എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് എന്നോട് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളവും കൈകളും തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിടിപ്പ് കൂടുന്നത് എനിക്ക് തന്നെ അറിയാമായിരുന്നു. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. മുറിയിലുള്ള ഒരു വലിയ ജനാലയ്ക്ക് പുറത്ത് എന്തോ ഒരു മങ്ങിയ വെളിച്ചം വന്ന് പടർന്നു. ആ മഴയത്തും ഇരുട്ടിലും എവിടുന്നാണ് ആ വെളിച്ചം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് നോക്കണമെന്ന ആകാംക്ഷയും ഒപ്പം പേടിയും എനിക്കുണ്ടായിരുന്നു. ഞാൻ പതുക്കെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഒച്ച ഉണ്ടാക്കാതെ ജനാലക്കരിയിലേക്ക് നടന്നു. തണുപ്പ് കാരണം ജനാലച്ചില്ലിൽ ചെറിയൊരു മൂടലുണ്ടായിരുന്നു. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ആ ചില്ലിലെ മൂടൽ പതുക്കെ തുടച്ചു മാറ്റി പുറത്തേക്ക് നോക്കി. ആ കണ്ട കാഴ്ച എൻ്റെ ശരീരം മരവിച്ചുപോയി. രക്തം ഐസാകുന്ന പോലൊരു തോന്നൽ. മുറ്റത്ത് കുറച്ചകലെയായി ഒരു കിണറ്റിൻകരയിലാണ് ഞാനത് കണ്ടത്. ആ വലിയ മഴയത്ത് രണ്ട് രൂപങ്ങൾ അവിടെ ഇരുന്ന് പരസ്പരം എന്തോ സംസാരിക്കുകയാണ്. ആ മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ രൂപം എനിക്ക് പതുക്കെ വ്യക്തമാകാൻ തുടങ്ങി. അത് മനുഷ്യരുടെ രൂപമായിരുന്നില്ല. അവരുടെ മുഖം കണ്ടാൽ തന്നെ പേടിയാകും. നമ്മൾ കുട്ടിക്കാലത്ത് പുരാണ കഥകളിലൊക്കെ വായിച്ചറിഞ്ഞ വേതാളങ്ങളെപ്പോലെയുള്ള വളരെ ഭീകരവും വന്യവുമായ രൂപമായിരുന്നു അവർക്ക്. പ്രേതങ്ങളെപ്പോഴും വെള്ളവസ്ത്രം ധരിച്ചു വരുമെന്ന് ആളുകൾ പറയുമ്പോൾ ഞാനവരെ കളിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ രൂപങ്ങളെ ഞാൻ കണ്ടത് ഒരുതരം വിളറിയ വെളുത്ത നിറത്തിലായിരുന്നു. ജീവനില്ലാത്ത ശരീരത്തിൻ്റെ നിറം പോലെ. അവർ പരസ്പരം സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ ഭൂമിയിലുള്ള ഒരു ഭാഷയുമായും അതിന് സാമ്യമില്ലായിരുന്നു. വളരെ പരുക്കനായ എന്നാൽ കേട്ടാൽ തന്നെ പേടിയാകുന്ന ഒരുതരം ശബ്ദമായിരുന്നു അത്. ആ കാഴ്ച കണ്ടതോടെ എൻ്റെ ഭയം തൊണ്ടക്കുഴിയിൽ ഞെരിയുന്നത് പോലെ എനിക്ക് തോന്നി. ശ്വാസം മുട്ടുന്ന അവസ്ഥ. തൊട്ടടുത്ത് കട്ടിലിൽ നല്ല ഉറക്കത്തിൽ കിടന്ന ചേച്ചിയെ ഒന്ന് വിളിച്ചുണർത്താൻ ഞാൻ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചു. പക്ഷേ എൻ്റെ നാവ് അനങ്ങുന്നുണ്ടായിരുന്നില്ല. വായിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ആരെങ്കിലും എന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് പോലെ. എൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നു പോയിരുന്നു. കണ്ണെടുക്കാതെ ആ കാഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ആ ഭയത്തിൽ എപ്പോഴോ ഞാൻ ബോധം കെട്ട് അവിടെ തന്നെ വീണുപോയി. ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ നേരം നന്നായി പുലർന്നിരുന്നു. മഴയൊക്കെ മാറി ജനാലയ്ക്കപ്പുറത്തു നിന്നും നേരിയ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് എൻ്റെ ശബ്ദം തിരികെ കിട്ടിയോ എന്നാണ്. ഞാൻ എന്തോ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. തലേദിവസം രാത്രി ഞാൻ കണ്ടതെല്ലാം എൻ്റെ തോന്നലാകണേ അത് ദുസ്വപ്നം മാത്രമാകണമേ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പതുക്കെ മുറിയിൽ നിന്നിറങ്ങി ഞാൻ താഴത്തെ നിലയിലേക്ക് നടന്നു. താഴെ എത്തിയപ്പോൾ കണ്ട മുറ്റത്തെ കാഴ്ച എന്നെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. എൻ്റെ അമ്മയും ചേച്ചിയും ഉമ്മറപ്പടിയിലിരുന്ന് ഉറക്കെ കരയുകയായിരുന്നു. എന്നെ കണ്ടതും അമ്മ വിറയ്ക്കുന്ന കൈകളോടെ മുറ്റത്തെ കിണറ്റിൻകരയിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു.
രാത്രി ഞാൻ ആ രൂപങ്ങളെ കണ്ട അതേ സ്ഥലം. ഞങ്ങൾ ഭയത്തോടെ അങ്ങോട്ട് നോക്കി. ആ കാഴ്ച കണ്ട് ഞങ്ങൾ ശരിക്കും പതറിപ്പോയി. ഞാൻ ഇത്രയും കാലം സ്വന്തം കുഞ്ഞിനെപ്പോലെ ലാളിച്ചു വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട നായ അവിടെ ചത്തു കിടക്കുകയാണ്. അതൊരു സാധാരണ മരണമായിരുന്നില്ല. ഏതോ ഒരു വന്യമൃഗം അതിനെ ആക്രമിച്ച് ക്രൂരമായി കീറി മുറിച്ചതുപോലെയായിരുന്നു അത് കിടന്നിരുന്നത്. മുറ്റമാകെ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ആ നിമിഷം എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഇന്നലെ രാത്രി ജനാലക്കരിയിലൂടെ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല, അത് പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു. മണിക്കർ പറഞ്ഞതുപോലെ ആ കോട്ടയിലെ കാവൽക്കാർ ശാന്തരായിരുന്നില്ല. എന്തുതരം ശക്തികളായാലും അവരിപ്പോൾ രക്തദാഹികളായി മാറിയിരുന്നുവെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ യുക്തിചിന്തകളെല്ലാം അവിടെ അവസാനിച്ചു. അന്നത്തെ ആ സംഭവത്തോടെ ആ വീട്ടിലെ അന്തരീക്ഷം ആകെ മാറി. എല്ലാവരും വലിയ ഭയത്തിലായി. രാത്രി ഞാൻ കണ്ട കാര്യങ്ങൾ വീട്ടുകാരോട് വിശദമായി പറഞ്ഞു. അതോടെ വീട്ടുകാർ പലരെയും പോയി കാണുകയും ആ വീട്ടിൽ വലിയ രീതിയിലുള്ള ഹോമങ്ങളും മന്ത്രവാദങ്ങളും പൂജകളും നടത്തുകയും ചെയ്തു. ദിവസങ്ങളോളം നീണ്ടുനിന്ന കർമ്മങ്ങളായിരുന്നു അവിടെ നടന്നത്. അതിന് ഫലമുണ്ടായെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ഹോമങ്ങൾക്ക് ശേഷം രാത്രി കേട്ടിരുന്ന ആ വണ്ടി തള്ളുന്ന ശബ്ദം പൂർണ്ണമായും നിലച്ചു. ഇനി അവർ വരില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഞാനും പതുക്കെ ആ ഭയത്തിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ ആശ്വാസത്തിന് വെറും 2 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ സാധാരണ നിലയിലെന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം അർദ്ധരാത്രിയിൽ വീണ്ടും ആ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ആ ഇരുമ്പ് വണ്ടി തള്ളുന്ന ശബ്ദം വീണ്ടും എൻ്റെ കാതുകളിൽ അലയടിച്ച് കയറി. അവർ തിരികെ വന്നിരിക്കുന്നു, അതും നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ദേഷ്യത്തോടെയും ക്രോധത്തോടെയുമാണെന്ന് ആ ശബ്ദത്തിൻ്റെ തീവ്രതയിൽ നിന്ന് മനസ്സിലാകുമായിരുന്നു. ഇനിയും ആ വീട്ടിൽ നിൽക്കുന്നത് അപകടമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിറ്റേന്ന് പുലർച്ചെ തന്നെ കിട്ടാവുന്ന സാധനങ്ങളും എടുത്ത് ഞങ്ങൾ ആ വീടിൻ്റെ പടിയിറങ്ങി. ഇനി ഒരിക്കലും ആ ചുടലക്കോട്ടയിലേക്ക് തിരികെ വരില്ലെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറപ്പിച്ചിരുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ജനാലയ്ക്കപ്പുറത്ത് കണ്ട ആ വിളറിയ രൂപങ്ങൾ എന്നെ നോക്കി ക്രൂരമായി ചിരിക്കുന്നത് പോലെ എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ആ പേടി ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അനുഭവം ബൈജു NB, ചാലക്കുടി. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള ഒന്നാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കുറ്റിപ്പുറം പാലം. മലബാറിനെയും കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം നവകേരളത്തിൻ്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. എന്നാൽ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നും ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു ഇരുണ്ട ചരിത്രമുണ്ട്. കേവലം ഒരു പ്രേതകഥ എന്നതിലുപരി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ട് പിന്നാലെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് സമൂഹം കാണിച്ച ക്രൂരതയുടെ നേർചിത്രമാണ് കൂരി എന്ന് വിളിക്കപ്പെടുന്ന കുമാരൻ്റെ കഥ. സാഹിത്യപരമായ ഭാവനകൾക്കപ്പുറം ലഭ്യമായ വിവരങ്ങളുടെയും ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സംഭവത്തെ ഒരു ചരിത്രരേഖയായി ഇവിടെ പരിശോധിക്കുന്നു. 1948 തുടക്കത്തിലാണ് കുറ്റിപ്പുറത്തെയും ചേറ്റുവയലിനെയും ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം നിർമ്മിക്കാനുള്ള സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. മദ്രാസ് കോൺട്രാക്ട് കമ്പനിയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല. എന്നാൽ പ്രാദേശികമായ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും സ്ഥലമെടുക്കുന്നതിനും മറ്റ് മേൽനോട്ടങ്ങൾക്കുമുള്ള ചുമതല ലഭിച്ചത് ആ പ്രദേശത്തെ ഏറ്റവും പ്രബലമായ കട്ടിപ്പറമ്പത്ത് തറവാടിനായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി ഈ കുടുംബം വലിയ സമ്പത്തിന് ഉടമകളായിരുന്നു. ഇതിനു പുറമെ താന്ത്രിക വിദ്യകളിലും അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. 1948-ൽ 65 വയസ്സുണ്ടായിരുന്ന ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു തറവാട്ടിലെ കാരണവർ. കട്ടിപ്പറമ്പത്ത് തറവാട്ടിലെ രഹസ്യ അറയിൽ 300-ലധികം വർഷം പഴക്കമുള്ള പാതാള ഭൈരവൻ്റെ ഒരു താമ്രശില അവർ പൂജിച്ചിരുന്നു. ഓരോ 50 വർഷം കൂടുമ്പോഴും ഈ ശിലയ്ക്ക് മനുഷ്യബലി നൽകുന്ന ഒരു ക്രൂരമായ ആചാരം ആ കുടുംബത്തിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നാൽ 1998-ൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കർശനമായ നിയമങ്ങൾ വന്നതോടെ ഈ പരസ്യമായ നരബലി അവർക്ക് നിർത്തേണ്ടി വന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമാകുകയും അധികാര കൈമാറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭരണ സംവിധാനങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്ന ആ സമയം ശങ്കരൻ നമ്പൂതിരിപ്പാട് തങ്ങളുടെ പഴയ ആചാരം പുനരാരംഭിക്കാനുള്ള അവസരമായി കണ്ടു. വരാനിരിക്കുന്ന പാലത്തിന് നൂറ്റാണ്ടുകളുടെ ഉറപ്പ് ലഭിക്കാൻ പാതാള ഭൈരവന് ഒരു മനുഷ്യബലി അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനായി അദ്ദേഹം തൻ്റെ വിശ്വസ്തനായ കേശവൻ നായരെ ചുമതലപ്പെടുത്തി. പാലം പണിക്ക് വന്നിരുന്നവരിൽ നിന്നും ആരും അന്വേഷിക്കാൻ സാധ്യതയില്ലാത്ത തീർത്തും അനാഥനായ ഒരാളെ കണ്ടെത്തുക എന്നതായിരുന്നു കേശവൻ നായർക്ക് നൽകിയ നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ സ്വദേശിയായിരുന്നു 23 വയസ്സുകാരനായ കുമാരൻ. ഉയരം കുറവാണെങ്കിലും മെലിഞ്ഞ ശരീരപ്രകൃതി ആയതിനാലും നാട്ടുകാർ അവനെ കൂരി എന്ന് വിളിച്ചു.
കടുത്ത ദാരിദ്ര്യമായിരുന്നു അവൻ്റെ ചുറ്റുപാട്. 1944 ക്ഷയരോഗം ബാധിച്ച് പിതാവ് രാമൻ മരിച്ചതോടെ കുടുംബത്തിൻ്റെ ഭാരം കുമാരൻ്റെ ചുമലിലായി. അമ്മ പാർവതിക്ക് 55 വയസ്സുണ്ടായിരുന്നു. കടുത്ത തിമിരം ബാധിച്ച് കാഴ്ച മങ്ങുകയും വാർദ്ധക്യ സഹജമായ വിറയൽ ബാധിക്കുകയും ചെയ്ത ഒരു സ്ത്രീയായിരുന്നു അവർ. നാട്ടിലെ ഒരു കൂലിപ്പണിക്കാരിയുടെ മകളായ 17-കാരി മാധവിയുമായി കുമാരൻ അടുപ്പത്തിലായിരുന്നു. സാമ്പത്തിക ഭദ്രത നേടിയ ശേഷം അവളെ വിവാഹം കഴിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മലബാറിൽ കുറ്റിപ്പുറത്ത് വലിയൊരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും അവിടെ മികച്ച കൂലി ലഭിക്കുമെന്നും അവൻ അറിയുന്നത്. 4 മാസം അവിടെ ജോലി ചെയ്ത് കുറച്ച് പണവുമായി തിരികെ വന്ന് വിവാഹം നടത്താമെന്ന ഉറപ്പിൽ 1948 ഡിസംബർ പകുതിയോടെ കുമാരൻ തിരുവനന്തപുരത്തു നിന്നും ഒരു ലോറിയിൽ കുറ്റിപ്പുറത്തേക്ക് തിരിച്ചു. മദ്രാസ് കോൺട്രാക്ട് കമ്പനിയുടെ കീഴിൽ ആകെ 120 തൊഴിലാളികളാണ് അന്ന് കുറ്റിപ്പുറത്ത് ജോലി ചെയ്തിരുന്നത്. അതിൽ 30 പേർ തിരുവിതാംകൂർ ഭാഗത്തു നിന്നും വന്നവരായിരുന്നു. നദിയോരത്ത് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക കുടിലുകളിലായിരുന്നു ഇവരുടെ താമസം. വലിയ കരിങ്കലുകൾ ചുമക്കുക, നദിയിൽ മണലുകൾ നീക്കി അടിത്തറയായി കുഴിയെടുക്കുക തുടങ്ങിയ കഠിനമായ ജോലികളായിരുന്നു കുമാരൻ ചെയ്തിരുന്നത്. ഇടയ്ക്കിടെ നാട്ടുകാരനായ രാഘവൻ, രാമനാഥപുരം സ്വദേശി മുത്തു, കോഴിക്കോടുകാരൻ കുഞ്ഞാപ്പു എന്നിവരുമായി കുമാരൻ സൗഹൃദത്തിലായി. ഇതിനിടയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹായിയായ കേശവൻ നായർ തൊഴിലാളികളെ ക്യാമ്പിൽ സ്ഥിരമായി സന്ദർശനം നടത്തിയിരുന്നു. തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാമെന്ന വ്യാജേന അദ്ദേഹം ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലവും തിരിച്ചറിഞ്ഞു. ആർക്കാണ് സ്വന്തമായി ഭൂമിയുള്ളത്, ആരെയാണ് കാണാതായാൽ അന്വേഷിച്ച ആളുകൾ വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി. സംസാരത്തിനിടയിൽ തൻ്റെ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥയും തനിക്ക് സ്വാധീനമുള്ള ബന്ധുക്കൾ ആരും തന്നെ ഇല്ല എന്ന വിവരവും കുമാരൻ നിഷ്കളങ്കമായി കേശവൻ നായരോട് പറഞ്ഞു. അമ്മയും മാധവിയും മാത്രമാണ് തനിക്കുള്ളതെന്ന് അവൻ പറഞ്ഞത് കേശവൻ നായർക്ക് കാര്യങ്ങൾ എളുപ്പമായി. കുമാരനെ അവർ നരബലിക്കായി തിരഞ്ഞെടുത്തത് അങ്ങനെയാണ്. 1949 ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ വരുന്ന കുംഭമാസത്തിലെ കർത്തവാവ് ദിവസമാണ് ബലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജ്യോതിഷപ്രകാരം നഗര ചതുർദശി എന്ന് വിശേഷിക്കപ്പെടുന്ന അത്യന്തം അശുഭകരമായ ഒരു രാത്രിയായിരുന്നു അത്. അന്ന് പകൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നിർത്തിവെക്കാൻ കോൺട്രാക്ടർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. രാത്രി 11 മണിയോടെ തൊഴിലാളികളെല്ലാം തങ്ങളുടെ കുടിലുകളിൽ ഗാഠനിദ്രയിലായിരുന്നു. കൃത്യം 11 മണിക്ക് കാട്ടുപ്രദേശങ്ങളിൽ നിന്നും പണം നൽകി കൊണ്ടുവന്ന 4 വാടക ഗുണ്ടകൾ കുമാരൻ്റെ കുടിലിലേക്ക് അതിക്രമിച്ചു കയറി. അവൻ ഉണർന്ന് ബഹളം വയ്ക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി തയ്യാറാക്കിയ കുരുമുളക് പൊടി നിറച്ച ഒരു കട്ടിയുള്ള തുണി അവൻ്റെ വായിൽ തിരികെ. കൈകൾ പിന്നിലേക്ക് വരിഞ്ഞുകെട്ടി യാതൊരുവിധ ചെറുതിൽപ്പിനും അവസരം നൽകാതെ അവർ അവനെ കുടിൽ നിന്നും നദിക്കരയിലുള്ള നിർമ്മാണ സ്ഥലത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. വായിലെ കെട്ടിലടിയിലൂടെ കുമാരൻ സർവ്വശക്തിയുമെടുത്ത് നിലവിളിക്കാൻ ശ്രമിച്ചു. ആ അർദ്ധരാത്രിയിലെ നിശബ്ദതയിൽ ആ നിലവിളി ആ ഗ്രാമത്തിലെ പലരും കേട്ടിരുന്നു. നദിയിൽ മീൻ പിടിക്കാൻ വലയെറിഞ്ഞിരുന്ന 50-കാരനായ കുഞ്ഞാലി എന്ന മുക്കുവനും കടപൂട്ടിന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അബ്ദുൾ റഹ്മാൻ എന്ന ചായക്കടക്കാരനും ഈ നിലവിളി വ്യക്തമായി കേട്ടതായി പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പ്രദേശത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയോടുള്ള ഭയം കാരണവും നമ്പൂതിരിപ്പാടിൻ്റെ ആളുകൾക്കെതിരെ പ്രതികരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തും ആരും തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനോ പോലീസിനെ വിവരമറിയിക്കാനോ തയ്യാറായില്ല. സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ആ ഗ്രാമത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ അടിമത്തത്തിൻ്റെ ഭയം ബാക്കിയുണ്ടായിരുന്നു. പാലത്തിൻ്റെ പ്രധാന തൂൺ നിർമ്മിക്കുന്നതിനായി നദിയുടെ മധ്യഭാഗത്തായി മണ്ണ് മാറ്റി 9 അടി താഴ്ചയിൽ വലിയൊരു കുഴിയെടുത്തിരുന്നു. അതിൻ്റെ നടുവിലായി 8 കോടുകളുള്ള ഒരു ഭൈരവപീഠം രഹസ്യമായി നിർമ്മിച്ചിരുന്നു. മധ്യത്തിൽ 3 അടി വിസ്താരമുള്ള ഒരു ബലിക്കുഴിയും അതിന് താഴെ പാതാള ഭൈരവൻ്റെ യന്ത്രം കൊത്തിയ ഒരു ചെമ്പ് തകിടും സ്ഥാപിച്ചിരുന്നു. തകിടിന് ചുറ്റുമായി 21 ചെമ്പുകുറ്റികൾ അടിച്ചിറക്കിയിരുന്നു. എടത്തറ മാധവൻ നമ്പൂതിരി എന്ന 58-കാരനായ താന്ത്രികനായിരുന്നു പൂജകൾക്ക് നേതൃത്വം നൽകിയത്. തമിഴിലും ഗ്രന്ഥലിപിയിലുമുള്ള പുരാതന താളിയോല ഗ്രന്ഥങ്ങൾ നോക്കിയായിരുന്നു കർമ്മങ്ങൾ. ശങ്കരൻ നമ്പൂതിരിപ്പാടും അവിടെ സന്നിഹിതനായിരുന്നു. കുമാരൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ദേഹമാസകലം ചന്ദനം കുങ്കുമം പൂശിയും അവനെ ബലിക്കുഴിക്ക് മുകളിൽ നിർത്തി. ഓം ക്രീം ഭൈരവായ നമ ഇമം പുരുഷന്മേ ഭക്ഷയ സ്വാഹ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് മാധവൻ നമ്പൂതിരി കർമ്മങ്ങൾ പൂർത്തിയാക്കി. പാതാള ഭൈരവൻ്റെ നാമം കൊത്തിയ ഒരു കൂർത്ത ചെമ്പോല ഉപയോഗിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. 12:30 ബലി പൂർത്തിയായി. രക്തം പീഠത്തിൽ നിറഞ്ഞു. കുമാരൻ്റെ ആത്മാവ് പാലത്തിൻ്റെ അടിത്തറയിൽ കുടിയിരുത്തപ്പെട്ടുവെന്നും ഇനി പാലത്തിന് 100 വർഷത്തെ ആയുസ് ഉണ്ടാകുമെന്നും ആ ആത്മാവായിരിക്കും പാലത്തിൻ്റെ കാവൽക്കാരനെന്നും താന്ത്രികൻ നമ്പൂതിരിപ്പാടിനെ അറിയിച്ചു.
പിറ്റേന്ന് രാവിലെ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഴി പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് മൂടിയിരുന്നു. പുലർച്ചെ വെള്ളം കോരാൻ വന്ന പാതിയമ്മ എന്ന 72-കാരിയായ സ്ത്രീ നദിക്കരയിൽ രക്തം കലർന്ന ചുവന്ന മണ്ണ് കണ്ടിരുന്നെങ്കിലും ഭയം കാരണം ആരോടും പറഞ്ഞില്ല. 1950 നവംബർ 5-ന് പാലത്തിൻ്റെ പണി പൂർത്തിയായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കുമാരൻ മരിച്ച വിവരം നാട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല. അവൻ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയെന്നാണ് നാട്ടുകാർ കരുതിയത്. എന്നാൽ 1951-ൽ കുമാരൻ്റെ അമ്മ പാർവതിക്ക് തുടർച്ചയായി ചില ദുസ്വപ്നങ്ങൾ ഉണ്ടായി. തൻ്റെ മകൻ ചോരയിൽ കുളിച്ച് നിൽക്കുന്നതും താൻ പാലത്തിന് താഴെയാണെന്ന് അവൻ പറയുന്നതുമായിട്ടാണ് സ്വപ്നം. ഇതേ തുടർന്ന് അവശയായ അമ്മ മകനെ അന്വേഷിച്ച് കുറ്റിപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. ഏകദേശം 150 കിലോമീറ്റർ നീണ്ട ആ യാത്ര അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. യാത്രാമധ്യേ പാലക്കാട് വെച്ച് കുഴഞ്ഞു വീണ അവരെ ഒരു സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1951 ഏപ്രിലിൽ മകൻ്റെ പേര് പിറുപിറുത്തുകൊണ്ട് ആ അമ്മ അവിടെ വെച്ച് മരണമടഞ്ഞു. പാലത്തിന് നിർമ്മാണം പൂർത്തിയായ കാലം മുതൽ ഇന്ന് വരെ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത നിരവധി സംഭവങ്ങൾ കുറ്റിപ്പുറം പാലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക ചരിത്രകാരന്മാരും പാരനോർമൽ അന്വേഷകരും രേഖപ്പെടുത്തിയ ചില പ്രധാന സംഭവങ്ങൾ താഴെ പറയുന്നവയാണ്. നിർമ്മാണ വേളയിലെ അനുഭവങ്ങൾ. പണ്ട് പണി തീരുന്നതിന് മുമ്പ് കുമാരൻ്റെ സുഹൃത്തുക്കൾക്ക് ചില അനുഭവങ്ങളുണ്ടായി. കമാനത്തിൽ പണിയെടുക്കുമ്പോൾ അസ്വാഭാവികമായി തണുപ്പ് അനുഭവപ്പെട്ടതായി രാഘവനും രാത്രി ആരുമില്ലാതെ തൻ്റെ പേര് വിളിക്കുന്നതായി കേട്ടെന്ന് മുത്തുവും കോൺട്രാക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇസ്മായിലിൻ്റെ അനുഭവം. 1953 കൊല്ലം സ്വദേശിയായ ഇസ്മായിൽ എന്ന ട്രക്ക് ഡ്രൈവറാണ് ആദ്യമായ രൂപത്തെ പാലത്തിൽ വ്യക്തമായി കാണുന്നത്. രാത്രി ചരക്കുമായി പോകുമ്പോൾ പാലത്തിന് നടുവിലായി ട്രക്കിൻ്റെ എഞ്ചിൻ തനിയെ നിന്നുപോയി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരൊറ്റമുണ്ടെടുത്ത ശരീരത്തിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ കണ്ടു. അവൻ വിളിച്ചപ്പോൾ മറുപടി പറയാതെ ആ രൂപം മാഞ്ഞുപോയി. ശബരിമല തീർത്ഥാടകരുടെ അനുഭവം. 1959 കോഴിക്കോട് നിന്നുള്ള 56 പേരടങ്ങുന്ന ഒരു ശബരിമല തീർത്ഥാടന സംഘം രാത്രി 9:30-ന് പാലം കിടക്കുമ്പോൾ സമാനമായ അനുഭവമുണ്ടായി. പാലത്തിൻ്റെ മധ്യത്തിൽ നനഞ്ഞ മുണ്ടുടുത്ത ഒരു മനുഷ്യരൂപം അവർ കണ്ടു. ഗുരുസ്വാമിയായ രാമൻ നായർ ശരണം വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ശരണം വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ദൈവമല്ല ബലിയാണ് എന്ന അശരീരി കേട്ടതായി പറയപ്പെടുന്നു. ഭയം കാരണം അവർ തീർത്ഥാടകർക്ക് അന്ന് ബോധക്ഷയമുണ്ടായി. പരാജയപ്പെട്ട മഹായാഗം. 1972 അപകടങ്ങളും അസ്വാഭാവിക സംഭവങ്ങളും വർദ്ധിച്ചതോടെ ഗ്രാമത്തിലെ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തന്ത്രി നാരായണൻ തമ്പൂതിരിയും 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം പാലത്തിന് സമീപം നടത്തി. എന്നാൽ 7-ാം ദിവസം അർദ്ധരാത്രി യാഗശാലയിലെ വിളക്കുകൾ മുഴുവൻ ഒരു കാരണവുമില്ലാതെ അടഞ്ഞുപോയി. യാഗശാലയുടെ നടുവിൽ ഉടമസ്ഥനില്ലാത്ത ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടെന്നും ആ ആത്മാവ് അടിത്തറയിൽ ബന്ധിക്കപ്പെട്ടതിനാൽ എത്ര പൂജകൾ ചെയ്താലും അതിനെ അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ലെന്നും തന്ത്രി വിധി എഴുതി യാഗം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. മാരുതി 800 സംഭവം. 1985 ഏപ്രിൽ 12-ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന അപ്പുക്കുട്ടനും മറ്റ് 3 സുഹൃത്തുക്കളും സഞ്ചരിക്കുന്ന കാർ പാലത്തിന് നടുവിൽ വെച്ച് ഓഫായി. ഏകദേശം 50 മീറ്റർ മുന്നിലായി ഒരു രൂപത്തെ അവർ കണ്ടു. വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിക്കും തോറും ആ രൂപം 50 മീറ്റർ അകലം പാലിച്ചു നിന്നു. ഭയന്നവർ വണ്ടി റിവേഴ്സിലെടുക്കാൻ തിരികെ പോയി. പിന്നീട് പരിശോധിച്ചപ്പോൾ വണ്ടിയുടെ പിൻസീറ്റിൽ രക്തം പോലെ ചുവന്ന നിറത്തിലുള്ള നനവും ഗ്ലാസിൽ അസ്വാഭാവികമായ ഒരു കൈപ്പത്തിയുടെ പാടും അവർ കണ്ടെത്തി. സമകാലിക കാലഘട്ടത്തിൽ 2000-2024 ഇൻ്റർനെറ്റിൻ്റെയും ക്യാമറകളുടെയും വരവോടെ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു. യൂട്യൂബിൽ കുറ്റിപ്പുറം പാലത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ലഭ്യമാണ്. കഴിഞ്ഞ 20 വർഷമായി ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കുന്ന എബി എന്ന കോഴിക്കോട്ടുകാരനായ ഡ്രൈവറുടെ മൊഴിപ്രകാരം ഇപ്പോഴും രാത്രിയിൽ അസ്വാഭാവികമായ ഒരു തണുപ്പും രൂപവും ഈ പാലത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. 2022 രാത്രി പാലത്തിൽ ഫോട്ടോ എടുക്കാൻ പോയ ചിലർ കോളേജ് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകൾ ഒരേ സമയം ഓഫായെന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ട് അവർ ഭയന്നോടിയതും വലിയ വാർത്തയായിരുന്നു. കുറ്റിപ്പുറം പാലത്തിൽ രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ അകലെയായി ഒറ്റമുണ്ടെടുത്തൊരാളെ ഇപ്പോഴും കാണാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എൻ്റെ അമ്മയെ കണ്ടോ എന്ന് ആ രൂപം ചോദിക്കുമെന്നും ഇല്ല എന്ന് മറുപടി പറഞ്ഞാൽ അത് അപ്രത്യക്ഷമാകുമെന്നും പറയപ്പെടുന്നു. ഇതൊരു പ്രേതകഥയായി തള്ളിക്കറിയാമെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനം 1949 നടന്ന യഥാർത്ഥ കൊലപാതകമാണ് എന്നത് ഒരു ദുഃഖ സത്യമാണ്. വലിയ വികസന പദ്ധതികൾക്ക് പിന്നിൽ രേഖപ്പെടുത്താതെ പോകുന്ന ഇത്തരം എത്രയോ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പും ചോരയും ഉണ്ടാകും. പാലം പൊളിച്ചു മാറ്റിയാൽ മാത്രമേ അടിത്തറയിലെ സത്യം പുറത്തു വരികയുള്ളൂ. എന്നാൽ നിലവിൽ അതിനുള്ള ഒരു സാധ്യതയുമില്ല. പാലത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വാഹനത്തിൻ്റെ ശബ്ദത്തിലും നീതി ലഭിക്കാതെ പോയ കുമാരൻ എന്ന യുവാവിൻ്റെയും അവനെ കാത്തിരുന്ന് മരിച്ച അമ്മയുടെയും വിലാപങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ട്. വെറുമൊരു അന്ധവിശ്വാസം എന്നതിലുപരി
അധികാരവർഗം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചെയ്തു കൂട്ടിയ ക്രൂരതയുടെ ചരിത്ര സ്മാരകം കൂടിയാണ് കുറ്റിപ്പുറത്തെ ആ പാലം.